ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വലിയ മീനൊക്കെ നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള മക്കൾക്കൊന്നും മീനൊന്നും കട്ട് ചെയ്ത് അത് വൃത്തിയാക്കി കഴിയൊന്നും എടുക്കാൻ അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ എത്ര വലിയ മീനായിരുന്നാലും കട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇതിൽ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഇത്രയും വലിപ്പത്തിലുള്ളൊരു മീനാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര വലിയ ചൂരയൊന്നുമല്ല, എങ്കിലും സാമാന്യം വലിപ്പമുള്ളൊരു ചൂര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ എടുക്കുക. അത് നമ്മുടെ കയ്യിൽ വെച്ച് ഇട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തുമുള്ള ചിറകുകളും ഈ സൈഡിലുള്ള ഈ ചിറകും ഒന്ന് വെട്ടിക്കളയുക കേട്ടോ. അപ്പോൾ അതാ രണ്ട് വശത്തുമുള്ള ചിറകും ഈ ചെകിളയുടെ ഭാഗത്തുള്ളതും ഞാൻ നീക്കം ചെയ്തു. അപ്പോൾ വലിയ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മുറിയാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നല്ല സൂക്ഷ്മതയോടുകൂടി വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സൈഡിലുള്ള ചിറകൊന്നും ഞാൻ വെട്ടിക്കളയുന്നില്ല കേട്ടോ. അതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന്. അപ്പോൾ ഈ സൈഡിലുള്ള ഇതുപോലെ ഒന്ന് പിച്ചാത്തി വെച്ചത് ഇതുപോലെയുള്ള ചെറിയ പ്രാലോട് കൂടിയുള്ള ആ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കളഞ്ഞാൽ മതി കേട്ടോ, ഈ തലയുടെ ഭാഗത്തുള്ള. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം ചെത്തി കളയുകയാണ്. നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. മീൻ ഒട്ടും തന്നെ ഉഴഞ്ഞും പോകില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സൈഡിലുള്ള മൊത്തം ഞാലോട് കൂടിയ തൊലിയൊക്കെ ഞാൻ ഇതുപോലെ നീക്കം ചെയ്ത് കളഞ്ഞേ. കണ്ടില്ലേ, അത്രയും ഭാഗം നന്നായിട്ട് ആ സ്കിന്നൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തല വെച്ച് കട്ട് ചെയ്യാം. ഇനി കൈ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിരലുറയൊക്കെ ഇട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ കൈമുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തല വെട്ടിക്കളഞ്ഞു. അതിൻ്റെ കുടലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചെകിളയുടെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണേ. എന്നിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ എടുത്ത് കളയുക. കണ്ടില്ലേ. ആദ്യം നമുക്ക് തല വൃത്തിയാക്കാം. ചെകിള വലിച്ചു കളയുക. എന്നിട്ട് ഈ ചെകിളയുടെ ആ ഭാഗത്ത് അത്രയും എല്ലങ്ങ് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതിൽ മാംസമൊന്നും ഇല്ലാത്ത ഭാഗമാണ്. അല്ലെങ്കിൽ ചെകിള മൊത്തം നിങ്ങൾക്ക് വലിച്ച് വേണമെങ്കിലും കളയാം. അപ്പോൾ നമ്മുടെ തലയുടെ മണ്ടഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ടലിൻ്റെ ഈ മജ്ജ ഉള്ള ഭാഗം ഉണ്ടല്ലോ, നല്ലോണം കട്ടിയായിട്ടിരിക്കുന്ന ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ നടുക്ക് വെച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മുറിഞ്ഞു വരും. അതൊരു നേക്കാണ് കേട്ടോ. നട്ടലിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ആ മജ്ജയൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നമ്മുടെ കഷ്ണത്തിൻ്റെ വീതിക്കനുസരിച്ചുള്ള ഇതിൽ നമ്മൾ വട്ടം വെട്ടി ഇടുക. ഇതുപോലെ വട്ടം വെട്ടി ഇടുക ആദ്യം. അപ്പം ഞാൻ ഈ സൈഡിൽ വിരുമ്പൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിടുക. അപ്പോൾ ചൂര മൊത്തം ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വാലിൻ്റെ ഭാഗവും കൂടി ഒന്ന് മുറിച്ച് കളയുക. പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. ഇന്നത്തെ കൊച്ചു മക്കൾക്കൊക്കെ, ഇന്നത്തെ തലമുറയിലുള്ള മക്കൾക്കൊന്നും ഇതൊന്നും വശമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഓരോ പീസും ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പമുള്ള കഷ്ണം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം സ്കിന്നിൻ്റെ ഭാഗം വരെ കൊണ്ടുവരിക. നന്നായിട്ട് കാണിച്ചു തരാം. ഒരു വട്ടത്തിലുള്ള പീസ് രണ്ടാക്കി ഇതുപോലെ നമ്മൾക്ക് എത്ര വലിപ്പത്തിലുള്ള കഷ്ണം വേണോ അതുപോലെ ഒന്ന് പിച്ചാത്തി ഒന്ന് കട്ട് ചെയ്ത് ആ സ്കിന്നിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്കിന്നും
മാംസഭാഗവും തമ്മിലുള്ള പതുക്കെ ഒന്ന് പിച്ചാത്തി ഒന്ന് നീക്കി കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ സ്കിന്ന് പാട പോലെ നമ്മുടെ കയ്യിൽ കിട്ടും. മീൻ നല്ല സ്കിന്നൊക്കെ മാറി നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ നട്ടലിൻ്റെ ഭാഗത്തുള്ള അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളയുക. മുള്ള് ഞാൻ എന്താ പ്രത്യേകം ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് കാണിച്ചിരുന്നത് ഇന്നത്തെ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ. അവർക്കൊന്നും വലിയ മീനൊക്കെ കിട്ടിയാൽ വൃത്തിയാക്കാൻ അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. വലിയവർക്കും ചിലർക്കൊന്നും വലിയ മീനൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല. അവരൊക്കെ മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് എത്ര വലിയ മീൻ വേണമെങ്കിലും നമുക്ക് നിഷ്പ്രയാസം വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പീസും രണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ആ സ്കിന്നിൻ്റെ ഭാഗം വെച്ച് ഇതുപോലെ പിച്ചാത്തി ഒന്ന് അടിയിൽ കൂടി ഒന്ന് പതുക്കെ ഒന്ന് നീക്കിയാൽ മതി. നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമേ. കണ്ടില്ലേ? എന്നിട്ട് ആ സൈഡിലുള്ള വിരിപ്പൊക്കെ ആ സ്കിന്നിൽ തന്നെ പൊയ്ക്കൊള്ളും. നല്ല എളുപ്പമാണ്. നമ്മൾക്ക് ആദ്യം കിടന്ന് ഇത് വിരുമ്പൊന്നും പ്രത്യേകം ഇട്ട് ബലം പ്രയോഗിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ഒന്ന് കട്ട് ചെയ്ത് ഈ തോലിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് മാറിക്കൊള്ളും കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കൂ, കണ്ടില്ലേ കഷ്ണം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ സ്കിന്നിൽ തന്നെ ആ വിരുമ്പ് ഇരുന്നു. കണ്ടോ? ഇതുപോലെയാണ് ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു വലിയ ചൂരയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിരുമ്പൊക്കെ ആദ്യം കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം വട്ടത്തിലൊന്ന് ഞുറുക്കിയെടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങൾ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതിയേ. ആ തൊലിയിൽ കൂടി തന്നെ ആ വിരുമ്പൊക്കെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ കിടന്ന് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചൂര മൊത്തം ഇതുപോലെ ആ വിഴുമ്പും പിന്നെ തൊലിയും തമ്മിൽ വേർപെടുത്തി എടുത്തിട്ടുണ്ട് ചതയിൽ നിന്നും. നട്ടെല്ല് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം എടുക്കുക. നട്ടെല്ല് ഉള്ള ഭാഗത്തിൻ്റെ ആ കഷ്ണം ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ആ സൈഡിൻ്റെ ഭാഗം എത്തുമ്പോൾ ചെറുതായിട്ട് ഇതുപോലൊന്ന് എടുത്താൽ മതിയേ. ഇപ്പോൾ വിരുമ്പ് ആ തൊലി തന്നെ ഇരിക്കുകയാണ്. തിരിച്ചും മറുഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇതുപോലെ മൊത്തം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ മക്കൾക്കൊന്നും ഇതൊന്നും അറിയില്ല. അത് അവർക്ക് വേണ്ടി ആണ് ഞാൻ ഇത്രയും വിശദമായിട്ട് കാണിക്കുന്നത്. ചുരയൊക്കെ കൊണ്ടുവന്നാൽ അവർ വലിയ മീൻ വാങ്ങിക്കില്ല കേട്ടോ. വൃത്തിയാക്കുന്ന കാര്യം മടിച്ച് ചെറിയ മീനാണ് വാങ്ങിക്കാറുള്ളത്. ഇനി വലിയ മീനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വിരളർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷ്മതയോടുകൂടി കട്ട് ചെയ്താൽ മതി. വിരളൊന്നും മുറിയില്ല. അപ്പോൾ ഏകദേശം ഞാൻ മൊത്തം ഒരു 5 മിനിറ്റിനകത്ത് ഈ ചൂര ഞാൻ കട്ട് ചെയ്തെടുത്തേ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്. നമുക്ക് ഒട്ടും തന്നെ തൊലി നമ്മുടെ മീനിലിരിക്കാത്ത രീതിയിൽ നമ്മൾ തൊലിയൊക്കെ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ചിലർ ഇത് മുഴുവനായിട്ട് കിട്ടുമ്പോൾ മുഴുവനായിട്ട് തന്നെ അതിൻ്റെ വിരുമ്പൊക്കെ ഒന്ന് ബലം പ്രയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം തൊലി വലിച്ച് ഊരിക്കളയാറുണ്ട്. അതൊക്കെ ഭയങ്കര പാടാണ്. നല്ല ബലം കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ബലമേ കൊടുക്കേണ്ടി വരില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഞുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൊലിയൊക്കെ മാറ്റിയിട്ട് കഷ്ണങ്ങൾ ഓരോന്നും പറക്കി ഈ ചട്ടിയിലേക്ക് മാറ്റാം. എത്ര വലിയ ചൂരയും നമുക്ക് ഇതുപോലെ നിഷ്പ്രയാസം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് പിച്ചാത്തിയൊന്നും മൂർച്ചയില്ലെങ്കിൽ പിച്ചാത്തി ഒരു കല്ലിലോ ഒരു അമ്മിക്കല്ലിലോ സൈഡിലൊന്ന് ഉരച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ കൈ അറുമെന്നുള്ള ഭയമുള്ളവർ ഒരു വിരലുറ ഉപയോഗിക്കുകയെ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ മൊത്തവും ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേസ്റ്റ് എല്ലാം എടുത്തിട്ട് അതൊന്ന് കളയാം.
അപ്പോൾ ഇത്രയും വേസ്റ്റാണ്, ഇതൊന്ന് കൊണ്ട് കളയട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞും പോവില്ല, നല്ല ഫിനിഷായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഒരു 5-6 വെള്ളം നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം. നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കഴുകിയെടുക്കാൻ പറ്റും. ഒട്ടും മാംസം പോകുന്നില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. എത്ര വലിയ മീൻ ഇതുപോലെ കട്ട് ചെയ്യാം, നല്ല നിഷ്പ്രയാസത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള മക്കൾക്കൊന്നും മീനൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല. അവർക്ക് വലിയ മീനൊക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നെന്നുള്ള ഇതിൽ ചെറിയ മീനൊക്കെയാണ് വാങ്ങിച്ച് വെക്കാറ്. അപ്പോൾ ഇതുപോലെ വലിയ മീനൊക്കെ കിട്ടിയാൽ ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യൂ. ഒരു പാടുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മീനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത്രയും കഴുകിയെടുത്തപ്പോൾ ഒരു മീനും ഒന്നും ഒരു ഭാഗവും ഇളകി പോയിട്ടില്ല കേട്ടോ. നല്ല ഫിനിഷായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. നമുക്ക് ഏത് ചട്ടിയിലാണോ വെക്കാനുള്ളത് ആ ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി കഴുകി ആ ചട്ടിയിലേക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ അതാ നന്നായിട്ട് ചൂര കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ എത്ര വലിയ ചൂരയായിരുന്നാലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. എനിക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ നിഷ്പ്രയാസം ഞാൻ ഇതുപോലെ കട്ട് എടുക്കും. മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നെങ്കിൽ കട്ട് ചെയ്തൊന്നുമല്ല കേട്ടോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് എടുക്കാറാണ് പതിവ്. മീൻ കടയിൽ നമുക്ക് കട്ട് ചെയ്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്ത് തരില്ല. അവർ ജസ്റ്റ് ഒന്ന് പീസാക്കി തരികയുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇരട്ടി പണി ചെയ്യേണ്ടി വരും. അതൊന്നും വേണ്ട, നമുക്ക് തന്നെ പെട്ടെന്ന് ഈ വട്ടം വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് അത് മുറിച്ചെടുത്ത് ഇതുപോലെ സ്കിന്നൊക്കെ നീക്കം ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. എത്ര വലിയ മീനുകളും നമുക്ക് നിഷ്പ്രയാസം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എത്തും. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം.